സഹോദരന്മാരെ, ഇനി ഞാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅബാൻ മാസത്തിലെ അവസാന പ്രസംഗത്തിലേക്ക് തന്നെ വരട്ടെ. നബി തങ്ങൾ പിന്നെ പറഞ്ഞത്, ഫമൻ തതവ്വഅ ഫീഹി ഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ജനങ്ങളെ, നിങ്ങൾക്ക് വരുന്ന മാസം റമദാൻ. ആ റമദാനിൽ നിങ്ങൾ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഒരു ഖൈറ് ചെയ്താൽ, നിങ്ങൾക്ക് റമദാൻ അല്ലാത്ത മാസത്തിൽ ഒരു ഫർള് ചെയ്തതിന്റെ പുണ്യമുണ്ട്. എന്തെല്ലാം നന്മകളുണ്ട് സഹോദരങ്ങളെ! എന്ത് തന്നെ നന്മകൾ ചെയ്താലും അല്ലാഹുവിൽ നിന്ന് അതിന് വലിയ കൂലിയാണ്. നോക്കൂ, നിങ്ങൾ നോമ്പുകാരന് ധാരാളം സുന്നത്തുകളുണ്ട്. റമദാനിലെ നോമ്പുകാരന് എന്തെല്ലാമൊക്കെയാണ്. ഞാൻ ചുരുങ്ങിയ രീതിയിൽ വിശുദ്ധ റമദാനിലെ സുന്നത്തുകളെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തത്, നോമ്പുകാരൻ അത്താഴം കഴിക്കുക എന്ന സുന്നത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് അത്താഴം കഴിച്ചില്ലെങ്കിലും നോമ്പ് നോൽക്കാൻ കഴിയും എന്ന് ചിലപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി കൊണ്ട് നമ്മൾ പറഞ്ഞേക്കാം. അതല്ല വേണ്ടത്. അത്താഴം കഴിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ നമ്മോടത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറയുന്നു, സുന്നലി സായിമീൻ ലിസായിമി റമദാന വഗൈരിഹി തസഹുറുൽ. റമദാനിനും റമദാൻ അല്ലാത്ത നോമ്പുകാർക്കുമൊക്കെ അത്താഴം കഴിക്കൽ ബറക്കത്തുള്ളതാണ്. അതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. അത്താഴം കഴിക്കുമ്പോൾ സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു എന്ന് നിയ്യത്ത് വേണം. മനസ്സിൽ നിയ്യത്ത് വേണം. അത്താഴം കഴിക്കുന്നു എന്ന കരുത്ത് വേണം. എങ്കിലേ ആ ചെയ്യുന്ന അമലിന് അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടുകയുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്. രാത്രിയിൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചത് കൊണ്ട് അത്താഴമാകുന്നില്ല. അത്താഴത്തിന്റെ സുന്നത്തിന് വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു നിയ്യത്ത് വെക്കുമ്പോൾ അപ്പോൾ കഴിച്ചത് മുഴുവൻ ഒരു ഫറളിന്റെ കൂലിയുള്ള അമലാണ്. അതുപോലെ തന്നെ അത്താഴം കഴിക്കുന്നത് കാരക്ക കൊണ്ടാവലും പ്രത്യേകം സുന്നത്തുണ്ട്. അത്താഴം കഴിക്കുമ്പോൾ അത്താഴ സമയത്തും കാരക്ക സുന്നത്താണ്. നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല, മഹാന്മാരത് നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി രണ്ടാമത്തെ സുന്നത്ത്, റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തത് മറ്റൊന്ന് നിങ്ങൾ നോക്കുക. നമ്മുടെ നോമ്പ് തുറ അത് വളരെ പെട്ടെന്നാക്കുക. മഗ്രിബായി ഉറപ്പായ പിന്നെ നേരം വൈകിക്കരുത്. നോമ്പ് തുറ വളരെ പെട്ടെന്നാവുക. നോമ്പ് തുറക്കുമ്പോൾ തന്നെ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക. അതും വളരെ പ്രത്യേകമായ സുന്നത്താണ്. അതോടുകൂടെ തന്നെ നോമ്പ് തുറക്കുമ്പോ ഹലാല് കൊണ്ട് നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കണേ. ഹലാലായ ഭക്ഷണം കൊണ്ടുള്ള നോമ്പ് തുറക്കൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ടൈഗ്രീസ് നദിയിലെ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാമോ ഇല്ലയോ? തൊഹ്ഫയിലൊരു ചർച്ച കാണാം. എന്താണ് അതിന്റെ പിന്നിൽ? പണ്ഡിതന്മാർ ചർച്ച ചെയ്യാനുള്ള കാരണമെന്നല്ലേ, ടൈഗ്രീസ് നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ അവർ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ, വെള്ളം ഇറങ്ങുന്ന സമയത്ത് നദിയുടെ സൈഡിൽ അവർ വലിയ കുഴികൾ കുത്തിവെക്കും, വലിയ കുഴികൾ ഉണ്ടാക്കും. എന്നിട്ട് അതിന് ചെറിയ ബൗണ്ടറി അതിന് വട്ടത്തിൽ ഒരു ചെറിയ കെട്ട് കെട്ടി അത് കുഴിച്ച് കെട്ടിയവന്റെ ഉടമസ്ഥതയിലാണ് പിന്നെ ആ കുഴിയുള്ളത്. വെള്ളം കയറി കഴിഞ്ഞാൽ ഈ സമുദ്രത്തിലെ വെള്ളം ഈ കുഴികൾ മൂടിയിരിക്കും. പിന്നീട് വെള്ളമിറങ്ങുമ്പോൾ ഈ കെട്ടിന്റെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം, അതിലുള്ള മത്സ്യവും ഇത് കെട്ടിവെച്ചവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അങ്ങനെ ഈ പറഞ്ഞ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ, വെള്ളം താഴ്ന്നാൽ പിന്നെ ഈ ആളുകൾ വന്ന് കെട്ടുപൊളിച്ച്, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അവർ മീനുകളെ പിടിച്ചിട്ട് അവർ കെട്ടുപൊളിച്ച് വെള്ളം അങ്ങ് സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടും. ഇതാണ് ടൈഗ്രീസ് നദീതടത്തിൽ താമസിക്കുന്നവരുടെ സ്വഭാവം. എന്നാൽ മഹാന്മാരവിടെ ചർച്ച ചെയ്യുന്നത്, ഒരുത്തൻ കുഴി കുത്തി അതിന്റെ സൈഡിൽ ബൗണ്ടറി കെട്ടി അവൻ മീൻ പിടിക്കാൻ വേണ്ടി വെള്ളമതിൽ ഒരുക്കി വെള്ളമതിൽ വരുമ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി തയ്യാറായി. വെള്ളം ഇറങ്ങുമ്പോ അവൻ വന്നുകൊണ്ട് കെട്ടുപൊളിച്ച്, അതല്ലെങ്കിൽ അതിന്റെ മുമ്പ് മീൻ പിടിച്ച് കെട്ടുപൊളിച്ച് ഒഴിവാക്കുമ്പോ ഇവന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളമാണ് അവൻ നദിയിലേക്ക് ഒഴുക്കിവിട്ടത്. ഇവന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളമാണ് നദിയിലേക്ക് ഒഴുക്കിവിട്ടത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം, അവന്റെ ഉടമസ്ഥതയിലുള്ള ആ വെള്ളം നദിയിലെ വെള്ളവുമായി കൂടി കലരുന്നത് കൊണ്ട് ടൈഗ്രീസ് നദിയിലെ വെള്ളം കൊണ്ട് നോമ്പ് തുറന്നാൽ നോമ്പിന്റെ പുണ്യം ലഭിക്കുമോ ഇല്ലേ? പണ്ഡിതന്മാരുടെ സൂക്ഷ്മതയാണ്.
ചിലര് പറയുന്നത് കിട്ടും, ചിലർ പറയുന്നത് കിട്ടുന്നില്ല, കിട്ടുകയില്ല, നോമ്പിന് പുണ്യം കിട്ടുകയില്ല. എന്തേ കാരണം? ഇത് വെള്ളം തുറന്നിടുമ്പോൾ ഇവന്റെ മനസ്സിൽ പൊരുത്തമുണ്ടോ എന്നറിയില്ലല്ലോ. നോമ്പുകാലത്ത് മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഫജ്ർ നിസ്കാരത്തിന്റെ മുമ്പ് ജനാബത്ത് കുളിക്കൽ. വല്ല കാരണവശാലും ജനാബത്തുകാരനായാൽ സുബ്ഹിന്റെ മുന്നേ തന്നെ ജനാബത്ത് കുളിക്കൽ അതൊരു സുന്നത്താണ്. റമദാനിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി മഹാന്മാരത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവസാനത്തെ 10ലും വളരെ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇക്സാറു സ്വദഖ, സ്വദഖ അധികരിപ്പിക്കുക, ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുക. അതുപോലെ മറ്റൊരു സൽക്കർമ്മമാണ് മക്കൾക്ക് വിശാലത ചെയ്യുക, മക്കൾക്ക് ധാരാളം നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുകയും മക്കളോടൊരു സന്തോഷവും ഭാര്യയോടൊരു സന്തോഷവും അതുപോലെ തന്നെ ഉമ്മയോടും ബാപ്പയോടൊക്കെ ഒരു സന്തോഷത്തോടുള്ള പെരുമാറ്റം അത് റമദാനിൽ വളരെ സുന്നത്താണ്. റമദാനിലെ ഓരോ സമയത്തും മക്കളോട് കുടുംബത്തോടൊരു വിശാലത ചെയ്യൽ അതൊരു പ്രത്യേക സുന്നത്തായി മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അയൽവക്കക്കാർക്ക് നന്മ ചെയ്യൽ, അതുപോലെ തന്നെ അടുത്ത കുടുംബങ്ങൾക്ക് നന്മ ചെയ്യൽ, ഇതൊക്കെ വിശുദ്ധ റമദാനിലെ പ്രത്യേകം സുന്നത്തുള്ള കാര്യങ്ങളാണ്. ആ ഒരു സുന്നത്ത് നാം എടുക്കുമ്പോൾ മറ്റു മാസത്തിൽ ഒരു ഫറളിന്റെ കൂലിയാണ് റബ്ബ് തരുന്നത്. അല്ലാഹു നമുക്ക് അത്തരം പുണ്യങ്ങൾ ധാരാളം വാരിക്കോരി നമ്മുടെ പാരത്രിക ലോകത്തേക്ക് ഒരുക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി റമദാനിൽ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്തായ അമലാണ് ഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ, വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഖുർആൻ ഓതുന്ന ഒരു വിശ്വാസി മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആന കമസലിൽ ഉതുർജതി റീഹുഹാ ത്വയ്യിബുൻ വതുഅബുഹാ ത്വയ്യിബ്. നബി തങ്ങൾ പറയുന്നു, ഖുർആൻ ഓതുന്ന ഒരു വിശ്വാസി അവൻ വള്ളിനാരങ്ങയെ പോലെയാണ്. വള്ളിനാരങ്ങക്ക് നല്ല വാസനയുണ്ട്, അതോടൊപ്പം നല്ല രുചിയുമാണ്. നബി തങ്ങൾ പിന്നെ പറയുന്നു, വമസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതാത്ത ഒരു മുഅ്മിനിന്റെ ഉദാഹരണം കമസലി തംറതി, അവൻ കാരക്കയെ പോലെയാണ്. നബി തങ്ങൾ പറയുന്നു, തുഅബുഹാ ത്വയ്യിബ്, കാരക്കക്ക് നല്ല രുചിയുണ്ട്. നേരെ മറിച്ച് വലാ റീഹലഹാ, കാരക്കക്ക് തീരെ റീഹില്ല, വാസനയില്ല. നല്ല രുചിയുണ്ട് പക്ഷേ വാസനയില്ല. ഇതുപോലെയാണ് ഖുർആൻ ഓതാത്ത വിശ്വാസി. നബി തങ്ങൾ പിന്നെ പറയുന്നു, വമസലുൽ ഫാജിരില്ലദീ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതുന്ന ഒരു തമ്മാടിയായ മനുഷ്യന്റെ ഉദാഹരണം എല്ലാ വൃത്തികേടും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഖുർആനും ഓതുന്നുണ്ട്. എന്നാൽ അവൻ കമസലിർ റൈഹാന, അവൻ അർജാൻ ചെടി പോലെയാണ്. നബി തങ്ങൾ തുടർന്ന് പറയുന്നു, റീഹുഹാ ത്വയ്യിബ്, ഈ അർജാൻ ചെടിയുടെ വാസന നല്ല രസമാണ്, നല്ല വാസനയാണ്. വതുഅബുഹാ മുർറ്, അതിന്റെ രുചി വളരെ കൈപ്പേറിയതാണ്. ഓരോന്നും ഓരോന്നും നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. വമസലുൽ ഫാജിരില്ലദീ, വളരെ മോശപ്പെട്ട ഒരു മനുഷ്യന്റെ ഉദാഹരണം ലാ യഖറഉൽ ഖുർആന, അവൻ തീരെ ഖുർആൻ ഓതൂല, വളരെ മോശപ്പെട്ടവനാണ്. എന്നാൽ കമസലിൽ ഹംബല, അവൻ ആട്ടങ്ങ പോലെയാണ്. തുഅബുഹാ, രുചി കൈപ്പേറിയതാണ്. വലാ റീഹലഹാ, അതിന് വാസനയുമില്ല. ആട്ടങ്ങയെ പോലെയാണ് അവൻ. അവന് ഈ ഒരു നിലക്കും അവൻ ഖുർആൻ ഓതുന്നില്ല, മാത്രവുമല്ല മോശപ്പെട്ട പ്രവർത്തനമുള്ളവരുമാണ്. എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പുണ്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുകയില്ല. വിശുദ്ധ റമദാനിൽ ധാരാളം ഖുർആൻ ഓതുക. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാൾക്ക് ഒരു വർഷത്തിൽ 2 ഖത്മെങ്കിലും ഓതൽ അനിവാര്യമാണ്. കൂടുതൽ കഴിയുമോ നാം നോക്കേണ്ടത്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 2 ഖത്മെങ്കിലും ഒരു വർഷത്തിൽ ശരാശരി ഓതാൻ അറിയുന്നവൻ ഖുർആൻ ഓതണമെന്ന് ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അബൂ ഹനീഫ ഇമാം മഹാനവറുകൾ പറയുന്നു,
ഓരോ വർഷത്തിലും 2 എന്തായാലും ഓതണം. മഹാനവറുകൾ പറയുന്ന 2 ഖത്മ ഒരു വർഷത്തിൽ ഒരുത്തൻ ഓതി തീർത്താൽ അവൻ ഖുർആനിനോടുള്ള കടപ്പാട് വീട്ടിയവനാണ്. എങ്കിലേ കടപ്പാട് വീടുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അതുപോലെ വിശുദ്ധ റമദാനിലെ മറ്റൊരു സൽക്കർമ്മമാണ് ഇഅ്തികാഫിരിക്കൽ, പള്ളിയിൽ ഒരൽപ്പനേരം താമസിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, മൻ ഇഅ്തകഫ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ ഒരുത്തൻ പള്ളിയിൽ ഇഅ്തികാഫിരുന്നാൽ ഈമാനോടെ റബ്ബിൽ നിന്ന് കൂലി കിട്ടുമെന്നൊരു പ്രതീക്ഷയോടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ആ മനുഷ്യൻ ഇഅ്തികാഫിരിക്കുമ്പോൾ അവന് വലിയ പുണ്യമുണ്ട്, വലിയ കൂലി അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ് ആ വലിയ കൂലി? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവനിൽ നിന്ന് സംഭവിച്ചു പോയ സർവ്വദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കും. എല്ലാ ചെറുദോഷങ്ങൾക്കും അല്ലാഹു മാപ്പ് തരും. ഇതിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാണ് സൽക്കർമ്മങ്ങളെ കൊണ്ട് റമദാനിനെ ആദരിക്കാൻ നമ്മോട് പറഞ്ഞത്. നേരത്തെ തുടങ്ങി വെച്ച വിഷയത്തിലേക്ക് പോവട്ടെ. ശഅബാൻ അവസാനം നബി തങ്ങൾ പ്രസംഗിച്ച് അവിടുന്ന് പിന്നെ പറഞ്ഞ വാചകം എന്താണ്? വമൻ അദ്ദാഹ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ജനങ്ങളെ, നിങ്ങൾ റമദാൻ മാസത്തിൽ ഒരു ഫർള് ചെയ്താൽ മറ്റു മാസത്തിൽ 70 ഫർള് ചെയ്യുന്നതിന്റെ പുണ്യം നിങ്ങൾക്കന്ന് ലഭിക്കുന്നുണ്ട്. നബി തങ്ങൾ പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു, സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, വഹുവ ശഹ്റുസ് സ്വബ്രി. അതേ, റമദാനത് ക്ഷമയുടെ മാസമാണ്. എങ്ങോട്ടും നോക്കാൻ ഞാനില്ല, എന്റെ നോമ്പ് പോയി പോകും. ഞാനൊന്നും പറയാനില്ല, എന്റെ നോമ്പിന്റെ കൂലി പോയി പോകും എന്ന നിലക്ക് വളരെ സൂക്ഷ്മതയോടെ ക്ഷമിച്ച് മുഅ്മിനീങ്ങൾ ജീവിക്കുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. നബി തങ്ങൾ പിന്നെ പറയുന്നു, വസ്സബ്റു സവാബുൽ ജന്ന. ക്ഷമക്കുള്ള കൂലി അത് സ്വർഗ്ഗമാണ്. പിന്നെയും റമദാനിന്റെ പോലീസ് നബി ഇങ്ങനെ തുടർന്ന് പറയാണ്, യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യന് അല്ലാഹു റിസ്ഖിൽ വിശാലത ചെയ്യും ഈ റമദാനില്. പിന്നെയും നബി പറയുന്നു, മൻ ഫത്തറ ഫീഹി സ്വാഇമാ. നിങ്ങൾ ആരെങ്കിലും റമദാനിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ നോമ്പ് തുറപ്പിച്ചാൽ, ഒരു നോമ്പുകാരൻ നിങ്ങൾ കാരണമാണ് നോമ്പ് തുറന്നതെങ്കിൽ, കാന ലഹു ഇത്ഖു റഖബാ. ഒരു അടിമയെ ഇസ്ലാമിൽ അല്ലാഹുവിന് വേണ്ടി, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇത്ഖ് ചൊല്ലിയാൽ എത്രയാണോ പ്രതിഫലമുള്ളത്, നോമ്പ് തുറപ്പിക്കുക വഴി അത് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ നോമ്പ് തുറപ്പിക്കുന്നതിന്റെ ഫലം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ് നബിയോട്, നബിയെ, ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, വളരെ സാധുക്കളായ ഞങ്ങൾ എങ്ങനെയാണ് നോമ്പ് തുറപ്പിക്കുക എന്നൊരു ചോദ്യമാണ് പ്രവാചകർ നടത്തുന്നത്. നിങ്ങൾ നോക്കൂ, നബി തങ്ങളോട് അവർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ലൈസ കുല്ലുനാ നജിദു മാ യുഫത്തിറു ബിഹി സ്വാഇമ. ഒരു നോമ്പുകാരനെ തുറപ്പിക്കാൻ മാത്രമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല നബിയേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കരുതും പോലെ നിങ്ങൾ അത്ര വിശാലമായിട്ടൊന്നും സൽക്കരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരിറക്ക് പാല് കൊണ്ടാണെങ്കിലും, ഒരൊറ്റ കാരക്ക കൊണ്ടാണെങ്കിലും, ഒരിറക്ക് വെള്ളം കൊണ്ടാണെങ്കിലും നിങ്ങൾക്കതിന്റെ പുണ്യമുണ്ട് കേട്ടോ. ഇനി ഒരാൾ, ഒരു നോമ്പുകാരന് വയറ് നിറച്ച് നോമ്പ് തുറപ്പിച്ചാലോ, വമൻ അസ്ബഅ സ്വായിമൻ കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി. വയറ് നിറച്ചു കൊടുത്താൽ പിന്നെ എല്ലാ ദോഷത്തിനും പ്രായശ്ചിത്തമാണത്, സർവദോഷങ്ങളും പൊരുത്തപ്പെടാനത് കാരണമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറപ്പിക്കുന്നവന്, ആ നോമ്പുകാരനെ വയറ് നിറച്ച് സന്തോഷിപ്പിക്കുമ്പോൾ അല്ലാഹു തആല അവന് നൽകുന്ന പുണ്യം നബി തങ്ങൾ പറയാൻ എല്ലാ ദോഷത്തിനും മാപ്പായിട്ട് പ്രായശ്ചിത്തമായിട്ട് അത് മതി.
കഴിഞ്ഞില്ല, പിന്നെയും പറയുന്നു വസഖാഹു റബ്ബുഹു, ആ നോമ്പ് തുറപ്പിച്ചവനെ അല്ലാഹു കുടിപ്പിക്കും മിൻ ഹൗളി, എന്റെ ഹൗദിൽ നിന്ന്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദില്ലേ, അല്ലാഹു കാണാനും കുടിക്കാനുമുള്ള സൗഭാഗ്യം നമുക്കും തരുമാറാകട്ടെ. ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അതാസ് യൗമ നസിരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. നാമേറെ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദാഹജലം, അത് എത്ര മദ്ഹ് പറഞ്ഞാലും തീരാത്ത ബറക്കത്തുള്ള ഒരു വെള്ളം, അത് കിട്ടും നോമ്പ് തുറപ്പിക്കുക വഴി. ഇനി നോക്കൂ നിങ്ങൾ, നബി തങ്ങൾ പിന്നെ പറഞ്ഞ വാചകം എന്താണ്? വസഖാഹു റബ്ബുഹു മിൻ ഹൗദി ശർബത്തൻ ലാ യദ്മഉ ബഅദഹാ ഹത്താ യദ്ഖുലൽ ജന്ന. എന്റെ ഹൗദിൽ നിന്ന് മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കൊരിറക്ക് വെള്ളം കിട്ടിയാൽ, എന്റെ ഹൗദിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് പിന്നെ സ്വർഗ്ഗത്ത് കടക്കുന്നത് വരെ ദാഹമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ദാഹം വരികയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് നമ്മോട് ഇനിയും പറയുന്നു, വകാന ലഹു മിസ്ലു അജ്രിഹി. മാത്രവുമല്ല, നോമ്പുകാരൻ എത്ര പുണ്യമുണ്ട്. ഒരാൾ നോമ്പ് തുറപ്പിക്കുന്നവൻ, ആ നോമ്പുകാരന്റെ പുണ്യം ഇങ്ങോട്ട് കിട്ടും. മാത്രവുമല്ല മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി, നോമ്പെടുത്തവൻ ഒരു കൂലിയും നഷ്ടപ്പെടുന്നില്ല. ഞാനൊരാളുടെ കൂടെ നോമ്പ് തുറക്കുമ്പോൾ എന്റെ നോമ്പിന്റെ കൂലി അല്ലാഹു എനിക്കൊരു കുറവും വരുത്താതെ അയാൾക്കും നൽകുന്നുണ്ട്. അയാൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദിൽ നിന്ന് അല്ലാഹു വലിയ ബറക്കത്തുള്ള വെള്ളം നൽകുന്നുണ്ട്. നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിൽ മുഅ്മിനീങ്ങൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് റബ്ബിന്റെ അടുത്തേക്ക് ഒരുങ്ങുന്ന സജ്ജനങ്ങളിൽ, സച്ചരിതരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നബി തങ്ങൾ റമദാനെ പറ്റി ഇനിയും പറയുന്നു, വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മാ. നബിയുടെ ശഅബാൻ മാസത്തിലെ പ്രസംഗത്തെ പറ്റിയാണ് നമ്മുടെ പ്രഭാഷണം. നബി തങ്ങൾ പറയാണ്, സഹാബത്തെ, റമദാനിന്റെ ആദ്യത്തെ 10 ദിവസം അത് അല്ലാഹു റഹ്മത്തിന് വേണ്ടി വെച്ച 10ആണ്. അവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് വേണ്ടേ? അവന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലെത്തണ്ടേ? അവന്റെ റഹ്മത്ത് കൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ ഹിസാബിൽ നിന്ന് സലാമത്താവണ്ടേ? വഔസതുഹു മഗ്ഫിറ, ആ മാസത്തിന്റെ നടുവിലത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ് ജനങ്ങളെ. വആഖിറുഹു ഇത്ഖും മിനന്നാർ, ആ മാസത്തിന്റെ അവസാനത്തെ 10 അത് നരകമോചനത്തിന്റെ 10ആണ്. വിശുദ്ധ മാസത്തിന്റെ ഫളായിലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വിശദീകരിച്ച് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്ത് വാങ്ങാൻ, അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് വാങ്ങാൻ, അല്ലാഹുവിൽ നിന്ന് നരകമോചനത്തിന് ഒരുങ്ങാൻ വേണ്ടി വിശുദ്ധ റമദാൻ നമുക്ക് സഹായകമാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിനെ കുറിച്ച് മറ്റൊരു വാചകം കൂടെ നമ്മോട് പറയുന്നത്, ജനങ്ങളെ, നിങ്ങൾക്ക് റമദാൻ കിട്ടിയാൽ ഫസ്തക്സിറൂ ഫീഹി മിൻ 4 ഖിസാലിൻ, നിങ്ങൾ 4 കാര്യങ്ങളെ വളരെ കൂടുതലായി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ 4 കാര്യങ്ങളെ കൂടുതലായി അല്ലാഹുവിനോട് പറയണം. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഖസ്ലതൈനി, അതിൽ 2 കാര്യം തുർദൂന ബിഹിമാ റബ്ബക്കും വ ഖസ്ലതൈനി ലാ ഗിനാ ലക്കും അൻഹുമാ. 4 കാര്യങ്ങളിൽ 2 കാര്യം അത് തുർബിഹിമാ റബ്ബക്കും, ആ 2 കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവരാകും. മാത്രവുമല്ല വ ഖസ്ലതൈനി, മറ്റു 2 കാര്യങ്ങൾ ലാ ഗിനാ ലക്കും അൻഹുമാ, ഒരു നിലക്കും നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ആ 2 കാര്യങ്ങൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അമ്മൽ ഖസ്ലതാനില്ലതാനി തുർദൂന ബിഹിമാ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന 2
കാര്യം എന്ന് ഞാൻ പറഞ്ഞത്. നബി പറയുന്നു ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ഒരു ഇലാഹില്ലെന്നുള്ള പ്രത്യേകമായ ഒരു ഷഹാദത്ത് കലിമ അത് നിങ്ങൾ ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്നാമത് നിങ്ങൾ അല്ലാഹനെ പൊരുത്തപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലുക. അതല്ലേ റമദാനിൽ നമ്മൾ ചൊല്ലുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. രണ്ടാമത് അല്ലാഹനെ പൊരുത്തപ്പെടുത്തുന്ന കാര്യം വതസ്തഗ്ഫിറൂനഹു, അല്ലാഹനോട് നിങ്ങൾ പാപമോചനം തേടുക. ഒന്ന് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലുക, രണ്ടാമത്തേത് നിങ്ങൾ അല്ലാഹനോട് പാപമോചനം തേടുക. ഇത് രണ്ടുമാണ് നിങ്ങൾ നിങ്ങളെ റബ്ബിനെ പൊരുത്തപ്പെടുത്തുന്ന കാര്യം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇനി നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത രണ്ട് കാര്യങ്ങളെന്നാണ്. അതേതാണ്? അമ്മൽ ഖസലതാനില്ലതാനി ലാ ഗിനാ ലകും അൻഹുമാ, നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടാതെ കഴിയില്ല എന്ന് പറഞ്ഞത് തസ്അലൂന റബ്ബക്കുമുൽ ജന്ന, അല്ലാഹുവിനോട് സ്വർഗ്ഗം തേടലാകുന്നു. സ്വർഗ്ഗമില്ലേ മുഅ്മിനീങ്ങളെ, ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൽ ജാരിയ ഫീഹാ സുറുറും മർഫുആ وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. സ്വർഗമില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ച ലോകമില്ലേ? നിങ്ങൾ നോക്കൂ, എത്രയാണ് മഹാന്മാർ അതിനെ കുറിച്ച് നമ്മോട് സ്വർഗത്തിന്റെ അതിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ നോക്ക്, പുറത്തുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ. തരാട്ട് പാടാൻ തോഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്. മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്, മണിമേടകൾ കാണാൻ അതിൽ പെരുത്തുണ്ട്. മോഹിച്ചതെന്തെന്നുണ്ട് ഫോൺ വിളിക്കണ്ട, ഒരിക്കുന്ന നീരെടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട. പറക്കും ശരീരതിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. വിശുദ്ധ റമദാനിൽ കൂടാതെ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണ്? നിങ്ങൾ റബ്ബിനോട് സ്വർഗം തേടലാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന വഅദ് കേൾക്കുന്ന സഹോദരിമാരെ, ഈ റമദാനിൽ റബ്ബിനോട് ഹൃദയമൊരുകി പറഞ്ഞോ, സ്വർഗം തരാൽ പറഞ്ഞോ. അത് കിട്ടി വിജയിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത രണ്ടെണ്ണം, ഒന്ന് നിങ്ങൾ സ്വർഗം തേടലാണ്, രണ്ടാമത് നിങ്ങൾക്ക് കൂടാതെ കഴിയാത്തത് ഏതാണ്? നബി തങ്ങൾ പറയുന്നു നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിനോട് നരകമോചനത്തെ തേടൽ നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത മറ്റൊരു കാര്യം ഏതാണ്? നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗം നിങ്ങൾക്ക് കിട്ടണം. അതോടൊപ്പം നരകത്തിൽ നിന്ന് സലാമത്തും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാൻ വിട്ടുപോകരുത്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നാല് കാര്യങ്ങളെയും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്നുണ്ട്. അത് വെറുമൊരു നിസ്കാര ശേഷമാക്കി ചുരുക്കാതെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സദസ്സുകളിലാക്കി ചുരുക്കാതെ നാം അല്ലാഹുവിലേക്ക് ഹൃദയമൊരുകി ദുആ ചെയ്യുക.
നരകമെന്നൊരു ലോകമില്ലേ, അതിൽ നിന്ന് കാവൽ തേടണം റമദാനിൽ. നിങ്ങൾ നോക്ക്, നരകത്തിലെ തീയിനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. നരകത്തിലെ തീയിനെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഊഖദു അലന്നാരി അൽഫ സനാ, അതേ 1000 കൊല്ലം നരകത്തിലെ തീയങ്ങനെ കത്തിക്കപ്പെടുന്നു. അങ്ങനെ 1000 കൊല്ലം അത് ചൂടായി, വളരെ ശക്തിയായ ചൂട് കാരണത്താൽ അതിന് ചുമന്ന് വളരെ കടുപ്പം കൂടിയ നിറമെത്തിപ്പോയി. പിന്നെയും ആ തീയിനെ കത്തിക്കപ്പെടുന്നു. അൽഫസന, 1000 കൊല്ലം പിന്നെയും കത്തിക്കപ്പെടുന്നു. ചൂടിന്റെ കഠിനത കൊണ്ട് ചുമന്ന തീ അത് പിന്നെ വെളുത്ത നിറത്തിലേക്ക് മാറിപ്പോയി. പിന്നെയും കത്തിക്കപ്പെടുന്നു. അൽഫസന, 1000 കൊല്ലം. ആ തീ പിന്നെ കറുകറുത്ത നിറമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറയുന്നു, ഫഹിയ സൗദാഉ മുദ്ലിമാ, കറുത്തിരുണ്ട ഒരു രൂപത്തിലേക്ക് ആ തീ മാറിയിട്ടുണ്ട്. അതിന്റെ അടുത്തേക്കൊന്നെത്തേണ്ട താമസമല്ലേ ഉള്ളൂ. മനുഷ്യനെ കരിച്ച് ഉരുക്കിക്കളയുന്ന തീയല്ലയോ. നിങ്ങൾ നോക്കൂ, മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്, കരിക്കട്ട പോലെ കറുത്തു പോകും ജസറുകൾ, അതുമാത്രമല്ല അതിലുണ്ടടോ പല ശിക്ഷകൾ. വിശപ്പിന്റെ മുറവിളി കൊണ്ടവർ തിന്നുന്നതാ, വിഷമുള്ള മുള്ളും തൊണ്ടയിൽ കെട്ടുന്നതാ. കുടിക്കാനുടൻ വെള്ളത്തിനും തേങ്ങുന്നതാ, മൗൽ ഹമീമ ചൂടിനാൽ പതക്കുന്നതാ. കുടിക്കാനടുത്താൽ തൽക്ഷണം മുരുകുന്നതാ, മുഖത്തുള്ള മാംസം മുഴുവനും നീങ്ങുന്നതാ. കുടിക്കാൻ വേണ്ടി ആ വെള്ളം നരകലോകത്ത് നൽകപ്പെടുന്ന വെള്ളം അടുപ്പിക്കുമ്പോഴേ, ആ തീയിലേക്ക് കടക്കുമ്പോഴേ ഒട്ടാകെ കരിക്കട്ട പോലെ മനുഷ്യനാകുന്ന ഒരു ലോകം. ഈ ഒരു ലോകത്തിൽ നിന്ന് സലാമത്താവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥന നടത്തണമെന്ന്, അല്ലാഹുവിനോട് നിങ്ങൾ കൂടുതൽ ചോദിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നരകത്തിൽ കടന്ന മനുഷ്യന്റെ സ്ഥിതിയോ നിങ്ങൾ നോക്കൂ. ഇമാം ഗസാലി തങ്ങൾ പറയുന്ന, യുനാദൂന മിൻ അക്നാഫിഹാ വയസീഹൂന ഫീ നവാഹിഹാ വഅത്റാഫിഹാ. നരകത്തിൽ കടന്ന ആളുകൾ നരകത്തിന്റെ ഓരോ മൂലയിൽ വെച്ച് വിളിക്കുന്നു, നരകം കാക്കുന്ന മലക്കിനെ വിളിക്കുന്നു, യാ മാലികു ഖദ് ഹഖ അലൈനൽ വഈദ്. ഓ മാലിക്കേ, മാലിക്കേ, ഞങ്ങളോട് റബ്ബ് പറഞ്ഞത് മുഴുവൻ പുലർന്നു കഴിഞ്ഞല്ലോ, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. യാ മാലികു അസ്ഖലനൽ ഹദീദ്, ഞങ്ങളെ ചങ്ങലകൾ ഞങ്ങൾക്ക് ഭാരമാകുന്നു മാലിക്കേ. യാ മാലികു ഖദ് നളിജത്തു മിന്നൽ ജുദൂദ്, ഞങ്ങളെ തൊലികളൊക്കെ ഉരുകി ഒലിച്ച് തീർന്നുപോയി മാലിക്കേ. എന്തൊരതാപാണ് ഈ നരകലോകത്തുള്ളത്. യാ മാലികു അഖ്രിജ്നാ മിൻഹാ, ഇവിടുന്ന് പുറത്താക്കി തരൂ മാലിക്കേ. മാലിക് അലൈഹിസ്സലാം എന്ന മലക്കിനോട് വീണ്ടും വീണ്ടും അവർ ചോദിക്കുന്നു, ഇനി ഞാനൊരു തെറ്റും ചെയ്യുകയില്ല, ഇനി ഞാൻ ഒരു കുറ്റവും പറയില്ല, എന്നെ ഇവിടുന്ന് ഒഴിവാക്കി തരൂ. നരകം കാക്കുന്ന മലക്കിനോട് കെഞ്ചിക്കേട് പറയുന്നുണ്ട്. പക്ഷേ മലക്കിന്റെ മറുപടി, ഹൈഹാത്ത ഹൈഹാത്ത ലാ തഹീന അമാൽ. അതൊക്കെ ദുന്യാവിൽ വെച്ച് നോക്കേണ്ടിയിരുന്നു, ദുന്യാവിൽ വെച്ച് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അവിടെ വെച്ച് ഒന്നും ആലോചിക്കാതെ അവിടെ വെച്ച് തോന്നും പോലെ ജീവിച്ച നിനക്ക് ഇവിടെ ഒരു രക്ഷയുമില്ല. കടന്നോ നരകത്തിലേക്ക്. വലാ തുകല്ലിമൂന ലക്കും മിൻ ദാർ, ഇവിടെ ഒന്നും പറയണ്ട. നരകലോകത്തിൽ ഈ മനുഷ്യരോട്
റബ്ബിനോട് വിളിച്ച് പറയപ്പെടുന്നു. അത്തരത്തിലൊരവസ്ഥ ഒരു മനുഷ്യന് വരാതിരിക്കാൻ വിശുദ്ധ റമളാനിന്റെ രാവ് പകലുകളിൽ റബ്ബേ അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാക്ക് റബ്ബേ എന്ന ദുആ നിങ്ങൾ ചെയ്യണേ ജനങ്ങളെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നോക്കൂ, നരകത്തിന്റെ അദാബിനെ സംബന്ധിച്ച് തഴവ പാടുന്നത് കാണാം. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, പതക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ദാഹം കൊണ്ട് ചെന്ന് ചോദിച്ചു, വെള്ളം തരൂ മാലിക്. അവസാനം മാലിക് അലൈഹിസ്സലാം നൽകുന്ന വെള്ളം ഏതാണ്? നരകത്തിൽ കുടിക്കാൻ കിട്ടുന്നത് മാഉൽ ഹമീം. അതേ നരകലോകത്തിലുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോകുന്ന ചീഞ്ചലമല്ലേ, അതിന് കഠിനമായ ചൂടുള്ള വെള്ളമല്ലേ. ചൂടേറ്റു മുഖമെല്ലാം ഉണരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ആ കോപ്പയിങ്ങടുക്കുമ്പോഴേക്ക് തലയിലെ മുടി കരിഞ്ഞു പോയി, മുടികൾ ഒരുകി ഒലിച്ചു പോയി, ഉടനെ തന്നെ തൊലിയും കരിഞ്ഞു പോയി. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴി അത് മുഴുവനും മുഴുകുന്നതാ. മാവുൽ ഹമീം വെള്ളത്തെ അതേ വായിലേക്കങ്ങ് വെക്കുമ്പോൾ അകത്തേക്കെത്തുമ്പോ ഉള്ളു മുഴുവൻ നുറുങ്ങിപ്പോയി, പിന്നീട് പിന്താരത്തിലൂടെ പുറത്തു വന്നുപോയി. അദാബിന്റെ ഒരു ലോകമല്ലേ. ഈ ഒരു ലോകത്തെ പേടിച്ചുകൊണ്ട് റബ്ബ് ഒരുക്കുന്ന സ്വർഗലോകത്തിലേക്ക് മോഹിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഒരു മുഅ്മിനീങ്ങളെ റമളാൻ അതൊരു മുതൽക്കൂട്ടാക്കാൻ പടച്ച റബ്ബ് സഹായിക്കട്ടെ. മഹാന്മാര് അവര് വിശുദ്ധ റമളാനിനെ 6 മാസം മുമ്പേ അവര് തേടുന്നവരാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഹദീസ് തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് പറഞ്ഞാൽ ഉടനെ തന്നെ ദുആ തുടങ്ങും. അല്ലാഹുമ്മ ബാരിക് ലീ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും എനിക്ക് ബറക്കത്ത് തരണേ, അതേ റമളാൻ വരെ ആയുസ് തരണേ എന്ന് മുത്തുനബി തങ്ങളുടെ ദുആയിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മഹാന്മാരുടെ സ്വഭാവവും അതാണ്. അവർക്ക് റമളാനാണ് പ്രതീക്ഷ ഉള്ളത്. റമളാൻ ഒന്ന് കഴിഞ്ഞാലോ പിന്നെ അവർ അടുത്ത 6 മാസം ഇതൊന്ന് അല്ലാഹു സ്വീകരിക്കാനാണ് അവരെ ദുആ. റമളാൻ കഴിഞ്ഞാൽ പെരുന്നാളിൽ നിന്ന് മുഴുവൻ പിന്നെ തെറ്റിലേക്ക് നീങ്ങലല്ല അവരെ പണി. റമളാൻ ഒരു മാസം ചെയ്ത അമലുകൾ അത്രയും അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി റമളാനിന്റെ ശേഷം ഒരു 6 മാസം അവർ ദുആയിലാണ്. ആ ദുആ കഴിഞ്ഞാൽ പിന്നെ അവർ 6 മാസം റമളാന് കിട്ടാൻ വേണ്ടി തേടുകയാണ്. ഇതാണ് മഹാന്മാരുടെ സ്വഭാവം. അല്ലാതെ റമളാനിൽ സ്പെഷ്യൽ നന്നാവലല്ല, റമളാനിൽ പ്രത്യേകം ഒരു ഒരുക്കമല്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങാൻ, അവനിലേക്ക് തിരിയാൻ നമുക്ക് സൗഭാഗ്യം തരട്ടെ. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, പടച്ച റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന സർവ്വ കാര്യങ്ങളിൽ നിന്നും ഈ അകൽച്ച ഒന്ന് നിർത്തണ്ടയോ? നാം ഒന്ന് സ്വന്തം റബ്ബിലേക്ക് ഒരുങ്ങണ്ടയോ? മഹാന്മാരവര് രാവും പകലുമില്ലാതെ അധ്വാനിച്ചവരല്ലേ. ഇന്നലില്ലാഹി ഇബാദൻ ഫുത്വന ത്വല്ലഖുദ്ദുന്യ വഖാഫുൽ ഫിതന. അതേ, അവര് മഹാന്മാർ ദുനിയാവിനെ വെക്കണ്ടടുത്ത് വെച്ചു അവര് പ്രവർത്തനത്തിലായപ്പോൾ, രാവും പകലും ഇബാദത്തിൽ അവരങ്ങ് നീങ്ങിയപ്പോൾ, ശഅബാനും അതുപോലെ തന്നെ റജബുമൊക്കെ അവര് തൗബയിലങ്ങ് നിറഞ്ഞപ്പോൾ, റമളാനിൽ അവര് ധാരാളം അമൽ ചെയ്തപ്പോൾ, ദിഗംബറ്റോറ് കാഫീല കെട്ടിപ്പോയി പൊട്ടാ, ജഹത്തെ കരങ്ങണഞ്ഞിട്ട് പൊട്ടാ. മഹാന്മാർ അവർ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പോയി. മഹാന്മാര് സഞ്ചരിച്ച വഴിയിലൂടെ, ആ മഹാന്മാര് പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ ജീവിക്കാൻ പടച്ച റബ്ബ് നമ്മയും സഹായിക്കട്ടെ. ശഅബാൻ 15 അന്ന് ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു ബറാ
ബറാഅത്ത് രാവിലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയിൽ വിരുപ്പിൽ കാണാഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മഹദി കരുതി വർഷവരെ നബി തങ്ങൾ ഇന്ന് മറ്റേതെങ്കിലും ഭാര്യമാരടുത്തേക്ക് പോയതാവുമോ, അതല്ല ഇതെവിടെ പോയി എന്ന നിലക്ക് അന്വേഷിച്ച് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത് തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിയില് രണ്ട് കൈകളും പാതിരാവിൽ റബ്ബിലേക്ക് ഉയർത്തി കരയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കണ്ടില്ലേ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ മടങ്ങുന്നത് കണ്ടപ്പോ നേരെ ഓടി വന്ന് വിരിപ്പിലങ്ങ് കിടക്കുന്നു. നബി തങ്ങൾ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എന്റെ ഒരു കിടപ്പ് ആയിഷ, നിന്നോട് അല്ലാഹുവും റസൂലും തെറ്റ് ചെയ്യുമോ, വാക്ക് പുലർത്തുകയില്ലേ, നിനക്കതിൽ സംശയമുണ്ടോ? ആയിഷ ബീവി പറഞ്ഞു എനിക്കതിലൊരു സംശയവുമില്ല, ഞാൻ ഇവിടെ കാണാനപ്പോ അന്വേഷിച്ചൊന്നു മാത്രം. നബി തങ്ങൾ പറയുന്നു ഇന്നത്തെ രാവ് നിനക്കറിയോ ആയിഷ, ബറക്കത്തുള്ള രാവാണ്, ഞാൻ ഖബറാളികൾക്കൊന്ന് ദുആ ചെയ്തതാണ്, ഞാൻ ആ ഖബറാളികളുടെ കൂടെ ഒരല്പനേരം ചെലവഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്തേക്കുള്ള യാത്രക്ക് ഞാനൊരു നന്ദിയുള്ള പൂർണ്ണത ഉള്ള ഒരടിമയാവണ്ടയോ? ഏത് മഹാന്മാരെ നിങ്ങൾ എടുത്തു നോക്കൂ, അവരുടെ ഒക്കെ റൂട്ട് ഇത് തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാം കൊണ്ടും പിന്തുടർന്നൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ്. മഹാനവറുകളുടെ സ്വഭാവവും ഇത് തന്നെയാണ്. മഹാനവറുകൾ പലപ്പോഴും അതേ വെള്ളിയങ്കോട് പള്ളി ഖബർസ്ഥാനിൽ ചെന്ന് പലപ്പോഴും ദുആ ചെയ്തിരിക്കുക പതിവാണ്. വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞാലൊന്ന് പള്ളിപ്പറമ്പിലേക്ക് പോകും. എന്തിനാണ്? ഈ ഭൂമിയിൽ എന്നെപ്പോലെ തുള്ളിച്ചാടി നടന്നവർ, എന്നെപ്പോലെ ഇവിടെ കാര്യങ്ങളിലൊക്കെ സാഹചര്യങ്ങളിലൊക്കെ ഇടപെട്ടവർ, എന്റെ കൂടെ നടന്നവർ, അവരിന്ന് 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ്. അവരെ അടുത്തൊന്ന് പോയാൽ ഏതവന്റെ മനസ്സിനാണ് കുറവ് വരിക, ഏതവന്റെ മനസ്സിലാ പിന്നെ കിബിർ വരിക. ഇതുകൊണ്ടല്ലേ മഹാനായ ബഹുമാനപ്പെട്ട വന്യരായ ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹദ്ദിസീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചോദിച്ചത് അനസീത യാ മഗ്റൂറു അന്നക മയ്യിത്തുൽ ഐഖിൻ ബി അന്നക ഫിൽ മഖാബിരി നാദിലു തബ്ലാ വതഫ്നാ വൽ ഖലാ للفناء بمثل هذا العيش يفرح عاقل. മോനെ നിനക്ക് മറന്നുപോയോ, നീ മറന്നുപോയോ മോനെ? അനസീത മറവി സംഭവിച്ചോ നിനക്ക്? അന്നക മയ്യിത്തുൽ വഅദ് കേൾക്കുന്ന ഉമ്മ ഒരു നാൾ മരിക്കണ്ടയോ? ഈ രാവും പകലും എന്നും ഉണ്ടാവുമെന്ന് കരുതിയോ? ഈ തൊലി വെളുപ്പ് എന്നും നിലനിൽക്കുമെന്ന് കരുതിയോ? ഈ സാമ്പത്തിക അഭിവൃദ്ധി എന്നും ഉണ്ടാവുമെന്ന് തോന്നിയോ? ഐഖിൻബി അന്നക ഫിൽ മഖാബിരി നാദിലു. ഉറപ്പിച്ചോ, ഈ കാണുന്ന മണ്ണില്, ഈ കാണുന്ന ഭൂമിയില്ലേ, ഇത് നിന്നെ അടക്കം ചെയ്യാനുള്ള സ്ഥലമാണ് മോനെ. അതേ, ആ മണ്ണിൽ കിടന്ന് നീ നുരുമ്പണ്ടവനല്ലേ, ആ മണ്ണിൽ കിടന്ന് നീ പുഴുക്കളുടെ കടി കൊള്ളണ്ടവനല്ലേ, ആ മണ്ണിൽ കിടന്ന് തീർന്നു പോവണ്ടവനല്ലേ. ഇങ്ങനെ കബറിൽ പോയി തീരണ്ട മനുഷ്യ, നിനക്കെന്തേ സൽക്കർമ്മങ്ങളിലേക്ക് അടുക്കാൻ തോന്നാത്തത്? നീ എന്തേ സൽക്കർമ്മങ്ങൾക്ക് മുന്നിലേക്ക് വരാത്തത്? നീ എത്ര കണ്ട് ധ്വാനിച്ചാലും, നീ എത്ര കണ്ട് നീങ്ങിയാലും നീ കുഴിമാടത്തിൽ ഒതുങ്ങണ്ടവനല്ലേ. നീ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോവുകയില്ലേ? നിന്നെ അവൻ പുറത്തെടുത്ത് ഹിസാബ് ചെയ്യുകയില്ലേ? ആ റബ്ബ്
റബ്ബിന്റെ കോടതി ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിട്ടിറങ്ങാൻ തയ്യാറാവൂ സഹോദരന്മാരെ. അതിനൊരു വലിയ സമാധാനമാണ് റമദാൻ, അതിനേറ്റവും വലിയ സഹായകമാണ് റമദാൻ. എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യണം, നല്ല തൗബയോടെ റമദാനെ സ്വീകരിക്കണം. റമദാനിന്റെ മാസപ്പിറവി കണ്ടാൽ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, മാസപ്പിറവി കണ്ടാൽ ഒരു ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വൽ തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ എന്ന നിലക്കൊരു ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. അത് നമ്മുടെ മൗലിദ് കിതാബിലൊക്കെ നോക്കി കാണാതെ പഠിച്ചോ അല്ലാതെയോ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു നല്ല ജീവിതത്തിലേക്ക് അടുക്കുക. നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അത് വിട്ടുക. വിശുദ്ധ ഖുർആൻ പതിവായിട്ട് ഓതുക. സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിന്റെ പൊരുത്തം വാങ്ങാനുള്ള ശ്രമത്തിലാവണമേ നമ്മുടെ ഓരോ നീക്കങ്ങളും. പടച്ച റബ്ബ് അതിന് എന്തെല്ലാം സഹായങ്ങൾ വേണം അതൊക്കെ അല്ലാഹു നമുക്ക് വർഷിപ്പിച്ചു തരുമാറാകട്ടെ. ബറക്കത്തിനൊരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അല്ലാഹുവേ, നീയാണ് നിന്റെ മഹാന്മാരാക്കിയത്, നീയാണ് പണ്ഡിതന്മാരാക്കിയത്. എല്ലാവർക്കും സ്വർഗം നൽകുന്ന റബ്ബ് നീയാണ്. നീ സാധുക്കളായ പാപികളായ വളരെ ഫഖീറുകളായ ഞങ്ങൾക്ക് മോശാരമായി സ്വർഗം തരണം റബ്ബേ. ഞങ്ങളെ നീ ഒരു കോടതിയിലും വഷളാക്കരുത് അല്ലാ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റഹിമഹുല്ലാഹ്, ഇമാം ശിബിലി ഔലിയാക്കളിൽ നേതാവാണ്. മഹാനവറുകൾ ഒരു ദിവസം തന്റെ ഇബാദത്തിന് വേണ്ടി ഒരു ഒഴിഞ്ഞ സ്ഥലവും തെരഞ്ഞിറങ്ങിയതാണ്. ജനത്തിരക്കില്ലാത്തൊരു ഒഴിഞ്ഞ സ്ഥലം കിട്ടണം. ഇമാം ശിബിലി തങ്ങൾ നടന്നു ഒരു വനത്തിലൂടെയാണ് യാത്ര. മഹാനവറുകൾ യാത്ര ചെയ്ത് കുറച്ചു ദൂരം അങ്ങെത്തിയപ്പോൾ കുറച്ചകലെ ഒരു ഖബർസ്ഥാനിയിൽ ഒരു മനുഷ്യന്റെ അനക്കം കാണുന്നു. ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആരോരുമില്ലാത്ത വനത്തിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ഖബർ, പഴയ കാലത്ത് ഒരു ഖബർസ്ഥാനിയുടെ സമീപത്ത്, ഇവിടെ ഈ ഖബറിന്റെ മിശാൻ കല്ലുകൾക്കിടയിൽ എന്താണ് ഒരു മനുഷ്യന്റെ പെരുമാറ്റമെന്ന് പോയി നോക്കാം. ഇമാം ശിബിലി അടുത്തെത്തുമ്പോൾ ഒരു ഷർട്ടൊന്നും ഇടാത്ത, ഒരു അരയുടുപ്പ് മാത്രം ധരിച്ച ഒരു നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരമാകെ മണ്ണിൽ കുതിർന്നിട്ടുണ്ട്. അദ്ദേഹം എന്തോ വിളിച്ചു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാചകത്തിലേക്ക് ശ്രദ്ധിച്ച ഇമാം ശിബിലി തങ്ങൾ കേൾക്കുന്നത് ഇദ്ദേഹം അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നതാണ്. റബ്ബേ, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്ന നിലക്ക് തൗബ ചെയ്യുന്നതാണ് ഇമാം ശിബിലി കേൾക്കുന്നത്. മഹാനവറുകൾ അടുത്ത് ചെന്നിട്ട് യാ വലിയല്ലാഹ്, അല്ലാഹുവിന്റെ വലിയായ മഹാനെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമുണ്ട് കേട്ടോ എന്ന നിലക്ക് സലാം പറഞ്ഞപ്പോ ഈ മനുഷ്യനൊന്ന് എഴുന്നേറ്റ് നോക്കി. എന്നിട്ട് ഇമാം ശിബിലിയിൽ നിന്ന് ഓടി മറയാൻ ശ്രമിക്കുകയാണ്. ഇദ്ദേഹം ഓടി വളരെ ദൂരത്തേക്ക് ഓടുന്നു. ഇമാം ശിബിലി തന്റെ കഴിവിന്റെ പരമാവധി ഓടി നോക്കി എത്തുന്നില്ല. മഹാനവറുകൾ എത്താത്തൊരവസ്ഥ വന്നപ്പോ ഒരല്പനേരം നിങ്ങൾ അവിടെ നിൽക്കണം, ഞാൻ നിങ്ങളോടൊരല്പം സംസാരിക്കട്ടെ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ അദ്ദേഹം അവിടെ നിന്നു. ഇമാം ശിബിലി അടുത്തെത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ മഹാനെ എന്ന് വിളിച്ചത്? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ വലിയെ എന്ന് വിളിച്ചത്? ഞാനൊരു വലിയല്ല, ഞാനൊരാളുമല്ല, ഞാനൊരു പാവപ്പെട്ട അടിമയാണ്, ഞാനൊരുപാട് തെറ്റുകൾ വന്നുപോയ ആളാണ്. ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ പറഞ്ഞു, നിങ്ങൾ മഹാനല്ലെങ്കിൽ പിന്നെ ആരാണ് മഹാൻ? ഈ ഒരു കാടിനുള്ളിൽ ഖബറുകൾക്കിടയിൽ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വവിട്ടു നീ കരയേണ്ടതാ. ആ ഒരു ഖബറുകൾക്കിടയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്ന ഇബാദത്തുകളിൽ മുഴുകുന്ന നിങ്ങൾ വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ എന്ന നിലയ്ക്ക് ശിബിലി ഇമാം പറഞ്ഞപ്പോ ഈ മഹാനൊരു നെടുവീർപ്പോടെ കുഴഞ്ഞു വീണു. അങ്ങ്
അങ്ങ് തളർന്നു വീണുപോയി. ഇമാം ശിബിലി പറയുന്നു, ഞാൻ ചെന്നു അദ്ദേഹത്തിന്റെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കുമ്പോ അദ്ദേഹം ദുന്യാവിനോട് യാത്ര പറഞ്ഞിരിക്കുന്നു, മരണം സംഭവിച്ചു പോയി. ഇമാം ശിബിലി ചിന്തിക്കുന്ന, പഠിച്ചവനെ ഇതെന്താണ് ഞാനീ കാണുന്നത്, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഞാൻ ഒരാളോട് വന്ന് യാ വലിയല്ലാഹ്, അള്ളാഹുവിന്റെ വലിയേന്ന് വിളിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാനാവാതെ കുഴഞ്ഞു വീണ് മരിച്ചു പോവുകയോ, ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നതല്ലല്ലോ അല്ലാഹ്. ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ഉടനെ തന്നെ ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവിടെ എഴുന്നേൽക്കുന്നു. മയ്യിത്ത് അവിടെ മൂടി, ഇത് മറമാടണമെങ്കിൽ ആളുകളുടെ സഹായം വേണം. ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് മഹാനവറുകൾ നടന്നങ്ങ് നീങ്ങുകയാണ്. ആളുകളുമായി വന്നു നോക്കുമ്പോ മയ്യിത്ത് തൽസ്ഥാനത്ത് കാണാനില്ല, മയ്യിത്ത് കാണാനില്ല. ഇതെവിടെ പോയെന്നൊരറിവും കിട്ടുന്നില്ല. വല്ല ജന്തുക്കളോ മൃഗങ്ങളോ വന്നതായൊന്നും കാണുന്നുമില്ല. ഇതെവിടെ പോയി ഇയാളുടെ മയ്യിത്ത്? ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ഉടനെ തന്നെ 2 റക്അത്ത് നിസ്കരിച്ച്, മഹാന്മാരുടെ പരിപാടി അതാണ്, നിസ്കാരമാണ് അവരുടെ അത്താണി. അതുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചൊരൊറ്റ ദുആ, അല്ലാഹുവേ ഇതെത്ര അത്ഭുതമാണ്. ഞാനിവിടെ ഒരാളെ കണ്ടു, അദ്ദേഹം ഖബറുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ കരച്ചിലും അദ്ദേഹത്തിന്റെ വെപ്രാളവും അദ്ദേഹം എന്നോട് കാണിക്കുന്ന അടിമത്വവും കണ്ടപ്പോ ഞാൻ വലിയേന്ന് വിളിച്ചു എന്നല്ലാതെ ഞാൻ എന്ത് തെറ്റു ചെയ്തു അല്ലാഹ്? ഈ മഹാന്റെ മരണം എന്തുകൊണ്ടാണ് എനിക്കൊന്ന് അറിയിക്കു റബ്ബേ. ഈ മയ്യിത്ത് എവിടെ പോയി അല്ലാഹ്? ഇമാം ശിബിലി തങ്ങളെ ദുആ തീരും മുമ്പ് ഒരു വലിയ ശരീരി ആളെ കാണാതൊരു സംസാരം അവിടെ മുഴങ്ങുകയാണ്. യാ ശിബിലി, അല്ലയോ ശിബിലി തങ്ങള്, നിങ്ങളൊരാളെ ചോദിച്ചില്ലേ? അത് നമ്മുടെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, അദ്ദേഹം നമ്മുടെ ആളാണ്. എന്താണെന്നറിയോ കാര്യം? അദ്ദേഹം ഈ നാട്ടിലെ വളരെ മോശപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം വളരെ മോശപ്പെട്ട ആളായിരുന്നു. ഒരു ദിക്റും ചൊല്ലില്ല. സർവ്വ വേണ്ടാത്തരങ്ങളിലുമുള്ള ആ മനുഷ്യൻ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ നരകമെന്ന് സ്വപ്നം കണ്ടതാണ്. ഉമ്മമാരെ, 1000 കൊല്ലം കത്തിച്ചിട്ട് ചുമന്ന നിറമുള്ളൊരു തീയില്ലയോ? 1000 കൊല്ലം കത്തിച്ചിട്ട് വെളുത്ത നിറമായൊരു തീയില്ലയോ? 1000 കൊല്ലം വീണ്ടും കത്തിച്ചിട്ട് കറുത്ത നിറമുള്ളൊരു തീയില്ലയോ? ഇത് ഈ മനുഷ്യന് സ്വപ്നം കണ്ടപ്പോൾ നരകത്തിരിട്ട് മനുഷ്യനെ അല്ലാഹു ശിക്ഷിക്കുന്ന കോലങ്ങളും ഇയാൾക്ക് റബ്ബ് സ്വപ്നത്തിൽ അങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ ഞെട്ടിയുണർന്ന് തൗബക്കൊരുങ്ങിയതാണ്. ആ മഹാന് വീട് വിട്ടു നാട് വിട്ട് ഇവിടെ വന്നിട്ട് കൊല്ലങ്ങൾ 16 കഴിഞ്ഞു. ശിബിലി 16 കൊല്ലമായി ഇവിടെ ചുറ്റി നടക്കുന്നു. ഈ ആരോരുമില്ലാത്ത സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഒരേ ഒരു ആവശ്യം തൗബ തന്നെ. التوب مفتاح لكل طاعة وأساس كل الخير أجمع أشملا. തൗബ ചെയ്യണം, അതാണ് അദ്ദേഹത്തിന്റെ മുറാദ്. ഞാൻ തൗബ സ്വീകരിക്കണം. അതിനു വേണ്ടി ഇവിടെ വന്ന് 16 കൊല്ലം തൗബ ചെയ്തു. പക്ഷേ തൗബ ഇതുവരെ സ്വീകരിച്ചിരുന്നില്ല. ഇതാ നിങ്ങൾ വരുന്നൊരൽപ്പം മുമ്പ് ഇവിടെ ഒരു സാധുവായൊരു സ്ത്രീ വന്നിരുന്നു, വിധവയായൊരു സ്ത്രീ വന്നിരുന്നു. അവൾ ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടിയിട്ട് ദിവസങ്ങളായി, എനിക്ക് കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വല്ലതും തരണേ. ഇവിടെ ഒരു സ്ത്രീ വന്നിട്ട് യാചന നടത്തിയപ്പോ ഈ മനുഷ്യന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു, ഇവിടെ റബ്ബേ ഞാൻ തൗബക്ക് വന്ന ആളാണ്, എന്റെ കയ്യിലൊന്നുമില്ല, ശരിയാണ്. പക്ഷേ ഈ പെണ്ണൊരു ചോദ്യം ചോദിച്ചില്ലേ, ഒരെന്തെങ്കിലും തരണേന്ന് പറഞ്ഞില്ലേ, ഇനി ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ല. അങ്ങനെ അഴുക്ക് പുരണ്ട 16 കൊല്ലം
പഴക്കമുള്ള ആ ഒരു വലിയ കോട്ട് താൻ ഉപയോഗിച്ചിരുന്ന ഷർട്ട് അത് ഊരി ധർമ്മം ചെയ്തു. ആ പെണ്ണിന് കൊടുത്തിട്ട് പറഞ്ഞു, വല്ലാഹി ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, ഇതേ എനിക്കുള്ളൂ, അതുകൊണ്ട് ഇതെടുത്തു നീ വിറ്റിട്ട് വല്ലതും കിട്ടുന്നത് കൊണ്ട് വിശപ്പകറ്റിക്കോ. ഇതിങ്ങ് കേട്ടപ്പോൾ ആ പെണ്ണ് സന്തോഷത്തോടൊരൊറ്റ ദുആ, അല്ലാഹുവേ ഈ മഹാൻ ഇവിടെ ഒറ്റക്കല്ലയോ, ഞാനിവിടെ വന്ന് വല്ലതും തരണേ എന്ന് പറഞ്ഞപ്പോൾ മാന്യമായി തരാനൊന്നുമില്ലാഞ്ഞിട്ട് ഉള്ള ഷർട്ട് വിറ്റ് തന്നില്ലേ റബ്ബേ. അതുകൊണ്ട് ഈ മനുഷ്യന് നീ ഒരു വലിയാക്ക് അല്ലാഹ്, ഇയാൾ അതിന്റെ വലിയ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരാളാക്ക് റബ്ബേ. ദുആ അല്ലാഹു അങ്ങ് സ്വീകരിച്ചു പോയി. ഉടനടി റബ്ബ് വലിയാക്കിയതാണ്. ശിബിലി നിങ്ങൾ വന്നിട്ട് ഇയാളെ വലിയെന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം അറിയില്ലല്ലോ അദ്ദേഹം ഔലിയാക്കളിൽ ചേർക്കപ്പെട്ടത്, അദ്ദേഹം അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ മഹാന്മാരെ കൂട്ടത്തിൽ ചേർന്നു പോയത്. അതുകൊണ്ട് നിങ്ങൾ യാ വലിയല്ലാന്ന് വിളിച്ചപ്പോ എന്തോ നടക്കാത്തത് നടന്നതുപോലെ, എന്തോ സംഭവിക്കാൻ പറ്റാത്തത് സംഭവിച്ചതുപോലെ ആ മഹാൻ അത്ഭുതത്തിൽപ്പെട്ട് മനസ്സുകൊണ്ട് താങ്ങാൻ പറ്റാതെ ഈ ലോകത്തോട് വിട പറഞ്ഞതാണ്. അതുകൊണ്ട് ശിബിലി ആ മഹാന് നിങ്ങൾ അനുസ്മരിച്ചോളൂ. ആ മയ്യിത്ത് നമ്മൾ മറവ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇത് ഇനി അത് അന്വേഷിക്കേണ്ടതില്ല. ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അനുഭവം ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഒരു മഗ്ഫിറത്തിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് നീങ്ങണമെന്ന് എന്റെ നഫ്സിനോടും കൂട്ടത്തിൽ നിങ്ങളോടും സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇതാണ് ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്ത് ആലു ഇംറാനിന്റെ 133 ആയത്തിൽ അല്ലാഹു പറയുന്നത് നോക്കൂ, വസ്തരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ജനങ്ങളെ, നിങ്ങൾ വളരെ ധൃതിയോടുകൂടെ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് വരൂ. തെറ്റുകൾ വന്നെന്നിരിക്കാം, ശിക്ഷകൾ റബ്ബല്ലേ തീരുമാനിക്കുന്നവൻ, അവനല്ലേ മനുഷ്യനെ നന്നാക്കുന്നവനും അല്ലാതാക്കുന്നവനും. അതുകൊണ്ട് നിങ്ങൾ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് വരൂ. വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടൊരു സ്വർഗമുണ്ട്, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടൊരു സ്വർഗമുണ്ട്. അവിടേക്ക് വരൂ ജനങ്ങളെ. വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഒരു മഗ്ഫിറത്തിന്റെ തീരത്തെ കണയാൻ മുത്തഖീങ്ങൾക്ക് റബ്ബ് ഒരുക്കിയ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വിശുദ്ധ ശഅബാനിലും ബറാത്ത് രാവിലുമൊക്കെ അല്ലാഹു നമുക്ക് ധാരാളം ബറക്കത്ത് ചെയ്യട്ടെ. സർവ്വ ആഫത്തുകൾ, മുസീബത്തുകൾ, വിഷമങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരവുള്ള സഹോദരന്മാരെ, ദുആ ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ മഹത്തായ അന്നശ്ശേരി സിറാജുൽ ഹുദാ ദർസ് 2009 ജനുവരി തുടക്കത്തിൽ, അതിന്റെ ജനുവരി 2 വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മുടെ മഹത്തായ ദർസിന്റെ ആരംഭം. ഒന്നരായ ശൈഖുന നല്ലളം മൊയ്തീൻകുട്ടി മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ദർസ് ആരംഭിക്കുകയും ഈ വളരെ ചെറിയ ഈ ഒരു നാട്ടിൽ, മഹല്ലത്തിൽ, ചെറിയ നമ്മുടെ മുന്നിലുള്ള ഈ പള്ളിയിൽ അന്ന് തുടങ്ങുമ്പോൾ 23 മുതഅല്ലിമുകളും 2 ഉസ്താദുമാരും ആയി തുടങ്ങിയ മഹത്തായ ദർസ് യാതൊരു കാരണവശാലും ഒരു നിലക്കും മുന്നോട്ട് പോവാൻ കഴിയാതെ മുതഅല്ലിമുകളുടെ താമസവും
അതുപോലെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നെടുവീർപ്പിട്ട് ആകെ പ്രയാസപ്പെട്ട സമയത്ത് നാം മഹത്തായ ദർസ് കമ്മിറ്റി തീരുമാനിച്ച മഹത്തായ ഹോസ്റ്റലിന്റെ അടിയിലത്തെ നിലയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. മുതഅല്ലിമീങ്ങൾക്ക് താമസത്തിനും അതുപോലെ സിറാജുൽ ഹുദ മദ്രസയും അതുപോലെ അവർക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു ചെറിയ സൗകര്യങ്ങൾ ഒരുങ്ങിയ ഒരു ബിൽഡിങ്ങിന്റെ പണി നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 2009 മാർച്ച് 18 വന്യരായ ശൈഖുന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ഇവിടെ വന്നു നമുക്ക് തറക്കല്ലിട്ട് തന്നത്. വളരെ തിരക്കിനിടയിൽ ലിബിയയിലേക്കുള്ള യാത്രയിൽ മഹാനവറുകൾ പോകുന്ന വഴിയിൽ ഏകദേശം 9:30 മണിക്ക് 12:30 മണിക്ക് പ്ലെയിനിന് പുറപ്പെടേണ്ട ഉസ്താദ് വളരെ ആവേശത്തോടെ നമ്മുടെ ഈ നാട്ടുകാരുടെ ദർസിനോടുള്ള സ്നേഹവും നമുക്കിവിടെ കിട്ടിയ ഈ ഒരു മഹത്തായ സൗഭാഗ്യം ഞങ്ങൾ കാലുകൊണ്ട് തട്ടുകയില്ല, ഞങ്ങളുടെ അഹോരാത്ര ശ്രമം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിലനിർത്തും എന്ന വീറോടെ വാശിയോടെ കൂടെയുള്ള ആ ഒരു തീരുമാനത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഉസ്താദവറുകൾ ഇവിടെ വന്നു. മഹാനവറുകൾ നമുക്ക് തറക്കല്ലിട്ട് തന്നു. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെ തണലിനെ അള്ളാഹു നമുക്ക് നീട്ടി തരുമാറാകട്ടെ. അന്ന് വൈകുന്നേരം മാർച്ച് 18 വൈകുന്നേരം നമ്മൾ സംഘടിപ്പിച്ച മഹത്തായ തറക്കല്ലിടലിനോട് അനുബന്ധിച്ചുള്ള മഹത്തായ പൊതുയോഗത്തിൽ സമ്മേളനത്തിൽ വന്യരായ ശൈഖുന പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി അള്ളാഹുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനവറുകളും പങ്കെടുത്തു. വന്യരായ അലിബാഫത്തി തങ്ങൾ പ്രാർത്ഥന നടത്തി തന്നു. അങ്ങനെ അന്നു മുതൽ തുടങ്ങിയ നമ്മുടെ ഈ മഹത്തായ ദർസിന്റെ സ്ഥാപനത്തിന്റെ പണി നാം വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് നാം ചെല്ലുന്ന വഅലിന്റെ സദസ്സുകളിലും അതുപോലെ ഓരോ ആളുകളുടെ പടിവാതിക്കൽ ചെന്ന് ഇങ്ങനൊരു മഹത്തായ ദർസുണ്ട്, പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃക കാണിച്ചു തന്ന ദർസ് സിസ്റ്റം. മദ്രസ പോലെ പ്രവാചകർ ചെയ്തതല്ലല്ലോ മദ്രസ നമ്മൾ അതിന്റെ മേലങ്ങ് ഖിയാസാക്കിയതാണ്. ദർസായിരുന്നു പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക. ആ ദർസ് അതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിപുലമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 40ഓളം വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ച് പഠിക്കുകയാണ്. യാതൊരു വരുമാനവുമില്ലാത്ത, യാതൊരുവിധ സൗകര്യങ്ങൾക്ക് സ്വന്തമായി ഒരുക്കാൻ കഴിയാത്ത ഈ മഹല്ലിലെ നിവാസികൾക്ക് ആകെ ഉള്ളത് പ്രാർത്ഥന മാത്രമാണ്. ഈ പള്ളിയിൽ വെച്ച് മുതഅല്ലിമുകളുടെ അവരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം നടക്കുന്ന ബദർ മൗലിദിന്റെ സദസ്സ്, ബദരീങ്ങളെ തവസ്സുലാക്കി അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയുന്ന ഒരു മഹത്തായ സദസ്സ്, ധാരാളം മുഅ്മിനീങ്ങൾക്ക് അത്ഭുതങ്ങളുടെ കലവറയായി അനുഭവപ്പെട്ട ആ മഹത്തായ സദസ്സ്, അതുപോലെ തന്നെ ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും മുഅ്മിനീങ്ങൾ സംബന്ധിക്കുന്ന മഹത്തായ ഖുതുബിയത്തിന്റെ സദസ്സ് എല്ലാ മാസവും അവസാന വെള്ളിയാഴ്ച രാത്രിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് നടത്തുന്ന മഹത്തായ ഖുതുബിയത്തിന്റെ സദസ്സ്, അതും അത്ഭുതങ്ങളുടെ ഒരു വലിയ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സദസ്സാണ്. ഈ അടുത്ത് പലരും പല വിഷമങ്ങളും വിളിച്ചു പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. അവർ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയും മാത്രവുമല്ല നിങ്ങൾ ആ ഉദ്ദേശത്തോടെ ഗൗസുൽ ആലമിന്റെ സദസ്സിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിക്കുക വഴി അവരിവിടെ പങ്കെടുത്തവരുടെ കാര്യങ്ങൾ നടന്നതായി പലരും നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും മുതഅല്ലിമീങ്ങളുടെ ഹളറത്തിൽ നടക്കുന്ന സ്വലാത്തുകൾ, അതുപോലെ നടക്കുന്ന ആത്മീയ സദസ്സുകളിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുടെ വളരെ ചെറുതായ സദഖ കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇത്രയും കുട്ടികൾ അടങ്ങിയ ഈ സ്ഥാപനത്തിന് ഏകദേശം 3.25 ലക്ഷത്തോളം മാസത്തിൽ ചിലവ് വരും. ഇത് കണ്ടെത്താൻ കേരളത്തിന്റെയും പല ഭാഗങ്ങളിലും നടക്കുന്ന വഅലിന്റെ സദസ്സുകളിൽ കൈനീട്ടി കിട്ടുന്ന ചെറിയ ചെറിയ സംഭാവനകളും അതുപോലെ അറിയുന്ന പരിചയമുള്ള ആളുകൾ തരുന്ന മാസത്തിലെ വരിസംഖ്യകളും ഇത് മാത്രമേകമായി അത് മാത്രമായി ഒരു പ്രതീക്ഷയോടെ നീങ്ങുന്ന ഈ മഹത്തായ ദർസിനെ ഈ പ്രഭാഷണം ശ്രവിക്കുന്ന കേൾക്കുന്ന മുഴുവൻ ആളുകളോടും നിങ്ങൾ അടുത്തറിയണമെന്നും അത്തോളിക്കടുത്ത് അന്നശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹത്തായ ദർസിനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന
ഈ സ്ഥാപനത്തെ അകമഴിഞ്ഞ് സഹായിക്കുകയും വിശുദ്ധ റമദാനിൽ നോമ്പ് തുറപ്പിക്കുന്നതോടൊപ്പം നാം എല്ലാവരും നോമ്പ് തുറപ്പിക്കുമ്പോൾ അന്നശ്ശേരി ദർസിലെ മുതഅല്ലിമീങ്ങളെ എന്റെ വകയായി ഞാനും ഒന്ന് നോമ്പ് തുറപ്പിക്കും എന്ന നിലക്ക് എല്ലാ നിലക്കും ഈ സ്ഥാപനത്തിനോട് സഹകരിക്കണം. ഇതിന്റെ ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികളുടെ താമസത്തിന് ഒരു നിലയുടെ പണിയെങ്കിലും ഒന്ന് വേഗം തീർക്കണമെന്ന് കരുതി ഒരുങ്ങുമ്പോൾ നമ്മെ പ്രയാസപ്പെടുത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. കുട്ടികൾക്കാണെങ്കിൽ താമസ സൗകര്യമില്ലാതെ അവർ പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സ്ഥാപനം തറക്കല്ലിട്ടത് മുതൽ, ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് മുതൽ, അതുപോലെ നമ്മുടെ മദ്രസക്ക് തറക്കല്ലിട്ടത് മുതൽ ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ച് പ്രവർത്തിച്ച് സഹകരിച്ചവർ ഏത് നാട്ടിൽ എവിടെയുണ്ടോ അല്ലാഹു അവർക്കൊക്കെയും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആ മഹത്തായ ദർസിനെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഇതിന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഈ മഹത്തായ ദർസിലേക്ക് ഇനിയും കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്നാണ് ഈ ഭാഗത്ത് അത്തോലി പുതിയങ്ങാടി മേഖലയിൽ നമുക്ക് ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്കൂൾ സൗകര്യത്തോട് കൂടെ തന്നെ നടക്കുന്ന ദർസിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ഇനിയും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം അല്ലാഹുവാണ് റിസ്ക് കൊടുക്കുന്നവൻ, അല്ലാഹുവാണ് അറിവ് നൽകുന്നവൻ, അല്ലാഹുവാണ് സൗകര്യം നൽകുന്നവൻ. നാം എത്ര തടഞ്ഞിട്ടും നാം എത്ര കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പടച്ച റബ്ബ് ധാരാളം ആലിമീങ്ങളെ വാർത്തെടുക്കാൻ ഈ നാട്ടുകാരുടെ ഈ സേവനം വഴി തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ മഹത്തായ ദർസിലേക്ക് വേണം, ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു എളിയ സേവകൻ എന്ന നിലക്ക് എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ച ധാരാളം പ്രവർത്തകന്മാരുണ്ട്. ഇത്തരത്തിലൊരു തീരുമാനം നാം എടുക്കുകയും നമ്മുടെ നാട്ടിലൊരു വയല് പറഞ്ഞ് അത് നമുക്ക് സിഡിയിൽ റെക്കോർഡ് ചെയ്ത് നമ്മുടെ മഹത്തായ ആളുകൾക്ക്, നമ്മുടെ സ്ഥാപനത്തിനെ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒക്കെ ഒന്ന് കാണിച്ച് ഇതിന്റെ എല്ലാ രേഖകളും ഇതിന്റെ ഓരോ നടത്തിപ്പും അറിയിക്കണമെന്ന ആഗ്രഹം മൂലം നാം സംഘടിപ്പിച്ച ഈ പരിപാടി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിലുള്ള പോരായ്മകൾ കാരണം അല്ലാഹു ഒരു അമലിനെയും തട്ടാതിരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്ന ഒരൽപ്പം ദിക്റുകൾ ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം. ധാരാളം ആളുകൾ പല വിഷയങ്ങളിലും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരായ പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ.